ഹൗസ് ഓഫ് പാഷനിൻ്റെ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് JFM സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ കാണുന്നത് സത്യൻ അന്തിക്കാട് പ്രിയദർശൻ സിനിമകളിലെ ഗാനങ്ങളിലൂടെ ഒരു യാത്രയും അതിൻ്റെ ഒരു ചെറിയ അനാലിസിസുമാണ്. രണ്ട് സംവിധായകരും പാട്ടിനും ദൃശ്യഭംഗിക്കും ഏറെ പ്രാധാന്യം നൽകുന്നവരാണ്. സത്യൻ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകൾ ഗ്രാമീണ ഭംഗി ലളിതമായ കഥയോട് ഇണക്കിച്ചേർക്കുന്ന രീതിയായിരുന്നു. എന്നാൽ പ്രിയൻ സാറിൻ്റെ പാട്ടുകൾ വളരെ കളർഫുൾ, സിനിമാറ്റിക്, റൊമാൻറ്റിക്, കോറിയോഗ്രാഫി എല്ലാം ഒത്തുചേർന്നതാണ്. നമുക്ക് ആദ്യം സത്യൻ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകളിലൂടെ ഒന്ന് പോകാം. ആദ്യ സിനിമയായ കുറുക്കൻ്റെ കല്യാണം മുതൽ അവസാന സിനിമയായ ഹൃദയപൂർവ്വം വരെ എല്ലാ സിനിമകളിലും ഹിറ്റ് ഗാനങ്ങളുണ്ട്. സത്യൻ സാർ ഒരു ലിറിസിസ്റ്റ് കൂടിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലിറിസിസ്റ്റിൻ്റെ പോലെ 100ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഉദാഹരണത്തിന് ഓ മൃദുലേ, ഓ മൃദുലേ, ആ പാട്ട്. അതുപോലെ ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ 100 കണക്കിന് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്. അവയിൽ ചിലത് നോക്കാം നമുക്ക്. തൂവൽ വിണ്ണിന്മാരിൽ തൂകി, നീലാംബരി രാഗത്തിലുള്ള തലയണമന്ത്രം എന്നുള്ള സിനിമയിൽ സിന്ദൂരം പെയ്തിറങ്ങി, തൂവൽ കൊട്ടാരത്തിലെ രസികരഞ്ജിനി എന്ന് പറയുന്നൊരു വളരെ റയറായിട്ടുള്ളൊരു രാഗത്തിലാണ്. രണ്ടു കൂവിതൾ ചുണ്ടിൽ വിരിഞ്ഞു, ആ പാട്ട് മൈ ഡിയർ മുത്തച്ഛൻ. അതുപോലെ തന്നെ മെല്ലെയൊന്ന് പാടി നിന്നെ ഞാനുറക്കിയോമലേ, മനസ്സിനക്കരയിലെ ഇളയരാജ സാറിൻ്റെ ഒരു പാട്ടാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പഹാഡി എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു രാഗത്തിലുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെ മഴവിൽ കാവടി സത്യൻ സാറിൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ് ആ സിനിമ. സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ജയറാം, സത്യൻ അന്തിക്കാട് സാർ ടീമിൻ്റെ, അതിലെ ഈ കൈതപ്പുറം ജോൺസൺ മാസ്റ്റർ ടീമിൻ്റെ എല്ലാ പാട്ടുകളും ഗംഭീരമായിരുന്നു. അതിലെ ഒരു ഏറ്റവും നല്ലൊരു പാട്ടാണ് മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി എന്നുള്ള പാട്ട്. കേദാരം എന്ന് പറയുന്നൊരു രാഗത്തിലാണത്. കേദാരം നീലാംബരിയായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു രാഗമാണ് കേദാരം. ഏകദേശം 25 സിനിമകളിൽ സത്യൻ അന്തിക്കാട് ജോൺസൺ മാഷുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. 25 സിനിമകൾ. ആദ്യകാലങ്ങളിൽ ശ്യാം സാറായിരുന്നു കൂടുതൽ. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം എന്നിവ ഉദാഹരണം. ഇളയരാജ സാറുമായിട്ട് 10 സിനിമകൾ ചെയ്തു. പിന്നീട് അല്പം മാറി അദ്ദേഹം ചിന്തിച്ചു. വിദ്യാസാഗർ, ഇപ്പോൾ ജസ്റ്റിൻ പ്രഭാകരനിലെത്തി നിൽക്കുന്നു. ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയിൽ ജസ്റ്റിൻ പ്രഭാകരൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിയദർശൻ സാറിൻ്റെ സിനിമകളിലൂടെ ഒന്ന് പോകാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അതിൻ്റെ ശൈലികളും നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് മിക്ക സിനിമകളിലും മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ സാറായിരുന്നു. തിരുവനന്തപുരമാണല്ലോ, അപ്പോൾ തിരുവനന്തപുരം ഒരു ടീം എന്ന് പറയുന്ന പ്രിയദർശൻ, മോഹൻലാൽ, MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ, അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നുള്ള സിനിമ. അതിൽ MG രാധാകൃഷ്ണൻ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രാക്കുയിലിൻ രാഗതസസിൽ, അദ്വൈതം, അമ്പലപ്പുഴ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള പാട്ട്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, അത് ശങ്കരാഭരണം അല്ലെങ്കിൽ ബിലാവൽ എന്ന് പറയുന്ന ഒരു റൂട്ടിലാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ അല്ലിമലർക്കാവിൽ പൂരം കാണാൻ, കാനഡ രാഗത്തിലുള്ളതാണ്. അതുപോലെ തന്നെ കണ്ണനെ കണ്ടു സഖി, പൂച്ചയ്ക്കൊരു മുക്കുത്തിയിലെ ഒരു പാട്ടാണ്. അതിൽ ഷൺമുഖപ്രിയ രാഗത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊരു ഹാസ്യ രംഗമാണ്. നിങ്ങൾക്കറിയണ്ടോ, അത് സുകുമാരി ചേച്ചിയും നെടുമുടി വേണും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയദർശന് വളരെ വേണ്ടപ്പെട്ടൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു രഘുകുമാർ എന്ന് പറയും. രഘുകുമാർ സാറ് ഒരു തബലിസ്റ്റായിരുന്നു. അദ്ദേഹം അധികം ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു ഭയങ്കര ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറായിരുന്നു. ഒരു തബലിസ്റ്റായിട്ടും നല്ല മെലഡീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം താളവട്ടം, ആര്യൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് സിനിമകൾ. താളവട്ടത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളിൽ കൂടുതൽ ചെയ്തിരിക്കുന്നതാണ് ബേണി ഇഗ്നേഷ്യസ് എന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഡ്യുവോ.
തേന്മാവിൻ കൊമ്പത്ത്, ചന്ദ്രലേഖ, വെട്ടം, ഇതൊക്കെ അവരുടെ കോമ്പിനേഷനിൽ വന്ന നല്ല ഇതാണ്. അതിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് കള്ളിപ്പൂങ്കുയിലെ കന്നി തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. അത് ഖരഹരപ്രേം, ആഭേരി, ആ ഒരു റൂട്ട്, അതിൻ്റെ മിക്സാണ് ആ പാട്ട്. കള്ളിപ്പൂങ്കിയിലെ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പാട്ട്. അതിലെ എല്ലാ പാട്ടുകളും അറിയാലോ, തേന്മാവിൻ കൊമ്പത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ ആയിട്ടും പ്രിയദർശൻ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഔസേപ്പച്ചൻ്റെ വന്ദനം, അതുപോലെ തന്നെ മുത്തശ്ശി കഥ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, അതൊക്കെ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടുകളാണ്. അതുപോലെ തന്നെ ഈയിടെ നമ്മെ വിട്ടുപോയ SP വെങ്കിടേഷ് എന്നുള്ള മ്യൂസിക് ഡയറക്ടറെയും പ്രിയദർശൻ സാറ് ഉപയോഗിച്ചിട്ടുണ്ട്. മിന്നാരം, കിലുക്കം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദി സിനിമയിൽ വരെ അദ്ദേഹം പ്രിയദർശൻ സാർ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ട് നമുക്കെല്ലാവർക്കും അറിയാം, പ്രിയദർശൻ SP വെങ്കിടേഷ് ടീമിൻ്റെ കിലുക്കത്തിലെ ഗാനം കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങു വാവാവൂ എന്നുള്ളത് നീലാംബരി രാഗത്തിലുള്ള. നീലാംബരി എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കം തരുന്നൊരു മനോഹരമായിട്ടുള്ള രാഗമാണ്. സരേ ഗമ പനി സാ സനി പമ ഗരി ഗ സ, ഇതാണ് അതിൻ്റെ റൂട്ട്. നീലാംബരിയുമായിട്ട് വളരെ അടുത്തു പോകുന്ന ഒരു രാഗമാണ് കേദാരം. സമഗമ പനി സാ സനി പമ ഗരി സ. ഇപ്പം നീലാംബരി എന്ന് പറയുന്നത് ഒരു പാട്ട് പോലെ മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ്. ഇത് മ്യൂസിക് തെറാപ്പിയിൽ ഈ ഉറക്കക്കുറവും ഇൻസോമിനി അതുപോലെയുള്ള കാര്യങ്ങൾക്കും സ്ട്രെസ് മാനേജ്മെൻറ്റിനൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഉറക്കം തരുന്നൊരു രാഗമാണ് നീലാംബരി. പക്ഷേ ഇതിന് വിപരീതമായിട്ട് കേദാരം രാഗം കുറച്ച് ആലാപന ശൈലിയിൽ വ്യത്യസ്തമാണ് കുറച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, പ്രിയദർശൻ സാറ് പൊതുവെ സംഗീത സംവിധായകരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഇളയരാജ സാറുമായിട്ട് കാലാപനിയിൽ വർക്ക് ചെയ്തു. പക്ഷെ സത്യൻ സാർ പൊതുവെ മാറി മാറിയുള്ള പരീക്ഷണങ്ങൾ കുറവായിരുന്നു. കൂടുതലും ജോൺസൺ മാസ്റ്റർ, ശ്യാം സാർ, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീമിൽ. പക്ഷേ പ്രിയദർശൻ സാർ കുറേയും കൂടി മാറി മാറി പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരുന്നു. ഈ രണ്ട് രീതികളും സത്യത്തിൽ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വേണം, വിജയിച്ചിട്ടുണ്ടെന്ന് വേണമല്ലോ കരുതാൻ. കാരണം രണ്ടുപേരും സക്സസ്ഫുൾ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവസാനമായിട്ട് പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാം. സത്യൻ അന്തിക്കാട് സാറ് ജെറി അമൽദേവുമായിട്ട് ചേർന്നിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, ഓർമ്മയുണ്ടോ? സത്യൻ സാറും ജെറി അമൽദേവുമായിട്ട് ചേർന്നിട്ടുള്ള വർക്ക്സ് ഏതെല്ലാമാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? താങ്ക് യു വെരി മച്ച്.